നമ്മുടെ രാജ്യത്ത് മതരാഷ്ട്രവാദം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് BJP തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ നമ്മുടെ രാജ്യത്തിലെ കുത്തകകളും പ്രോത്സാഹിപ്പിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയം സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിത ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സർക്കാരിനെതിരാകും. ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, ആ ശ്രദ്ധ വഴിതിരിച്ചു വിടുക, അതിനാണ് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത്. അപ്പോൾ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നത് വർഗീയ ശക്തികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ അത് കോർപ്പറേറ്റുകളുടെയും താല്പര്യമാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയം നടപ്പിലാക്കുമ്പോഴാണ് ജീവൽ പ്രശ്നങ്ങൾ വലിയ ഉയർന്നു വരുന്നത്. അത് ശ്രദ്ധിക്കപ്പെടാതിരിക്കുക, അത് വഴിതിരിച്ചു വിടുക. അപ്പോ ആ വഴിതിരിച്ചു വിടുന്ന വർഗീയ ശക്തികളെ പിന്താങ്ങുന്ന നിലപാട് കോർപ്പറേറ്റുകളും സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് സംഘപരിവാറിനെ എല്ലാ തരത്തിലും പിന്തുണക്കാൻ കോർപ്പറേറ്റുകൾ തയ്യാറാകുന്നത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയാണ് രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഫെഡറലിസത്തെ തകർക്കുക, സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ ഒറ്റ കമ്പോളം എന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രതിരോധമുയർത്തുക എന്നത് ഈ സാഹചര്യത്തിൽ പ്രയാസകരമായി തീരുക എന്നതും വന്നു ഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ കോർപ്പറേറ്റുകൾ താല്പര്യപൂർവ്വം പിന്തുണക്കുന്നത്.